ഇപ്പൊ നമുക്ക് വിദേശത്ത് 1 കോടി രൂപ സ്വത്തുണ്ടായിരുന്നു, നമ്മളിവിടെ വെളിപ്പെടുത്തിയില്ല. ഒരു ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള ഒരാൾ, റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾ, ഇന്ത്യക്ക് പുറത്തെ ആൾക്ക് 1 കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്നു, ഇവിടെ വെളിപ്പെടുത്തിയില്ല. നാളെ പിടിച്ചു കഴിഞ്ഞാൽ ഈ 1 കോടിയുടെ 30% അതിന്റെ ടാക്സ്. അത് 30 ലക്ഷം രൂപ. പ്ലസ് ഈ 30 ലക്ഷം രൂപയുടെ 3 ഇരട്ടി 90%, ഈ 1 കോടി രൂപയുടെ 90% പെനാൽറ്റി. അപ്പൊ എത്രയായി? 1 കോടി രൂപ വെളിപ്പെടുത്താതിരുന്നതിന് 30% ടാക്സ് പ്ലസ് 90% പെനാൽറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 1 കോടി 20 ലക്ഷം രൂപ അടയ്ക്കേണ്ട സിറ്റുവേഷൻ വരും. ഇത് വെളിപ്പെടുത്താതിരുന്നതിന് 10 ലക്ഷം രൂപ പെനാൽറ്റിയും. അപ്പോൾ 1 കോടി 30 ലക്ഷം രൂപ വരെ വരാവുന്ന ഒഫൻസ് ആണ്. ഇനി ഇത് കൂടാതെ പ്രോസിക്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 10 വർഷം വരെ തടവ് കിട്ടാവുന്ന, പ്രോസിക്യൂഷൻ കിട്ടാവുന്ന പെനാൽറ്റിയും കൂടിയാണ്, ഒരു സെക്ഷനും കൂടിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഗുരുതരമായ ശിക്ഷാ നടപടികൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള ഒരാൾ, റെസിഡന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരാൾ വിദേശത്ത് ആസ്തികളോ ഇൻകമോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടുത്തെ റിട്ടേണിൽ അത് കാണിക്കുക. ഇനി ഫയൽ ചെയ്ത പോയ റിട്ടേണുകളിൽ ഇത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് റിവിഷനോ അപ്ഡേഷനോ നടത്തി അതും കൂടി ചേർത്ത് റെഗുലറൈസ് ചെയ്തില്ലെങ്കിൽ ഇതേ ശിക്ഷാ നടപടികൾ വരാനുള്ള സാധ്യത കൂടുതലാണ്.